ഈ മാളത്തിന് മുന്നിൽ തീയിടുമ്പോൾ എലികൾ ഇറങ്ങി ഓടുന്നത് പോലെയാണ് ഇപ്പോൾ ബംഗാളിലെ അവസ്ഥ. ബംഗാളിൽ നിന്നും ബംഗ്ലാദേശികർ പുറത്തേക്ക് ഓടുകയാണ്. SIR നടപ്പിലാക്കിയത് വിജയിച്ചോ? തീർച്ചയായിട്ടും SIR വൻ വിജയമാണെന്ന് മാത്രമല്ല, SIR പൂർത്തിയാക്കിയിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓൺഗോയിങ് പ്രോസസ് തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ തുടങ്ങുമ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ തീരുമ്പോൾ ബംഗാളിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് നിലവിളി വരും. പ്രധാനമായിട്ടും നിലവിളിക്കാൻ പോകുന്നത് മമതാ ബാനർജിയാണ്. ആ നിലവിളിയുടെ തുടക്കമായിട്ട് ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ മമതാ ബാനർജി കത്തയച്ചു, അടിയന്തരമായി SIR നിർത്തിവെക്കണമെന്ന്. അതിനവർ പറഞ്ഞ കാരണം ജീവനക്കാരിൽ ഭയങ്കര സമ്മർദ്ദം, പലരും ആത്മഹത്യ ചെയ്യുന്നു സമ്മർദ്ദം താങ്ങാനാവാതെ, പിന്നെ അവർക്ക് ആവശ്യത്തിന് ട്രെയിനിങ് കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടാണ് പെട്ടെന്ന് ജീവനക്കാരുടെ വലിയൊരു സ്നേഹം തോന്നി കത്തെഴുതിയിരിക്കുന്നത്. പക്ഷേ വിഷയം അതല്ല. നേരത്തെ പറഞ്ഞതുപോലെ എലികൾ ഓട്ടം തുടങ്ങി. കാരണം നമുക്കറിയാം ഏതാണ്ട് ഒരു 15 ലക്ഷത്തോളം ഇല്ലീഗൽ ആയിട്ടുള്ള ബാംഗ്ലാദേശികൾ വെസ്റ്റ് ബംഗാളിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ടും അവിടുത്തെ 3 ജില്ലകളിലാണ്: മാൾഡ, പിന്നെ മുർഷിദാബാദ്, 24 പർഗാനാസ്. ഈ 3 ജില്ലകളിലാണ്. ഈ 3 ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പലായനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. BSF പറയുന്ന അനുസരിച്ചിട്ടാണ് എങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്, അതായത് SIRൻ്റെ പ്രോസസ്സ് തുടങ്ങിയതിന് ശേഷം 500-600 ആളുകളാണ് നിത്യേന ഈ ഹക്കിംപൂരിലുള്ള ബോർഡർ പോയിന്റ് വഴി ബംഗ്ലാദേശിലേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ക്യൂ ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ അതിൻ്റെ വിഷ്വൽസൊക്കെ വന്നിരുന്നു. ഈ ക്യൂ വരാനുള്ള കാരണം എന്താ, വരുന്നവരെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടുകയല്ലേ ചെയ്യുന്നത്. കാരണം നമ്മളിവിടെയുള്ള ഈ ലെഫ്റ്റ് സിസ്റ്റം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരിവിടെ പാവങ്ങൾ ജോലിക്ക് വരുന്നതാണ്, അവരുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ദാരിദ്ര്യ തൊഴിലാളികളുള്ളത്, ഇതിൽ നമുക്ക് പണിക്ക് ആളെ കിട്ടൂല എന്നൊക്കെയുള്ള ന്യായീകരണമാണ്. പട്ടിണിയിലായി പോകും എന്നൊക്കെയാണ്, വീട് പണി നടക്കില്ല എന്നൊക്കെയുള്ള ന്യായങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ബംഗ്ലാദേശികൾ കേവലം അവർ പണിക്ക് വേണ്ടി മാത്രം വന്നവരല്ല, അതിൽ ക്രിമിനൽസും ധാരാളമുണ്ട്. കാരണം പിന്നെ അവരെ സംബന്ധിച്ച് അവരുടെ രാജ്യമല്ലല്ലോ. ഇവിടെ നമ്മുടെ രാജ്യത്തുള്ളവന് പോലും രാജ്യസ്നേഹമില്ല, അപ്പോൾ പിന്നെ ബംഗ്ലാദേശികൾ കൊണ്ടാവേണ്ട കാര്യം തീരെ ഇല്ലല്ലോ. അപ്പോൾ ഈ പരിശോധന നടക്കുന്നു, ബയോമെട്രിക് ആയിട്ടുള്ള പരിശോധന ഈ ബോർഡറിൽ നടക്കുന്നുണ്ട് BSFിൻ്റെ നേതൃത്വത്തിൽ. ഈ പോകുന്ന ആളുകൾ ഏതെങ്കിലും കുറ്റത്തിൽപ്പെട്ട ആളാണോ എന്ന് പരിശോധിക്കുന്നുണ്ട്, റെക്കോർഡ് എടുത്തിട്ട്. കാര്യം എവിടെ വല്ല കൊലപാതകമോ പിടിച്ചുപറി നടത്തിയിട്ടാണോ പോകുന്നതെങ്കിൽ അവനെ അപ്പം നേരെ ജയിലിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അവനങ്ങ് പറഞ്ഞു വിടും. ഇല്ലാതെ കുഴപ്പമില്ലാത്തവരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കടത്തി. അപ്പോൾ വിശദമായ പരിശോധന ബോർഡറിൽ നടക്കുന്നുണ്ട്. ഇവർക്കൊന്നും രേഖകളില്ല, അവരെ പൗരത്വം രേഖകളില്ല. പക്ഷേ അവരിൽ ആധാർ കാർഡുണ്ട്, വോട്ടർ ID കാർഡുണ്ട്, ഈ പറഞ്ഞ ബംഗ്ലാദേശിലെല്ലാം തന്നെ. ഇതെങ്ങനെ വന്നു? ഇത് മമതാ ബാനർജി പിന്നെ കൊടുത്തതാണ്. കാര്യം ഇവിടെ വോട്ട് ബേസ് നേരത്തെ CPMൻ്റെ വോട്ട് ബേസ് ആയിരുന്നു. 34 വർഷം CPM ഭരിച്ച സമയത്തും ഇവർ ഇന്നും ഇന്നലെ വന്നവരില്ല. ഈ ബംഗ്ലാദേശികൾ എന്ന് പറഞ്ഞാൽ ഇന്നും ഇന്നലെ വന്നവർ. വർഷങ്ങളായിട്ട് ഇവരുടെ 20 വർഷമായിട്ട് 25 വർഷമായിട്ടും ഒക്കെ ബംഗാളിൽ താമസിക്കുന്ന ആളുണ്ട് എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ 20 വർഷം 25 വർഷമൊക്കെ ആണെങ്കിൽ CPMൻ്റെ കാലത്ത് വന്നവരാണ്. അപ്പോൾ അവരുടെ ഒരു വോട്ട് ബേസായിട്ട് എല്ലാ കാലത്തും ഇവരെ ഉപയോഗിച്ചിരുന്നുള്ളതാണ്. ഇപ്പോൾ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അല്ലെങ്കിൽ വോട്ടർ പട്ടിക ശുദ്ധീകരണം വന്നതോടുകൂടി ഇവർക്ക് രേഖ കാണിക്കേണ്ടി വരുന്നു. ഞാൻ ഇന്ത്യക്കാരനെന്ന് കാണിക്കേണ്ട ബാധ്യത വന്നു, നിവൃത്തിയില്ല. അപ്പോൾ ആ സമയത്ത് രേഖയില്ലെങ്കിൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്യപ്പെടും, ജയിലിൽ പോകും. ഈ ഭീതി കൊണ്ടാണ് ഈ ആളുകൾ കൂട്ടത്തോടെ പലായനം ചെയ്യുന്നത്. ഉള്ളതൊക്കെ എടുത്ത് തുള്ളിപ്പറക്കി എടുത്ത് ഭാണ്ഡങ്ങളായി കെട്ടി അവർ കടന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ 14 ലക്ഷം പിന്നെ ഈ ഇല്ലീഗലായിട്ടുള്ള ബാംഗ്ലാദേശികൾ ഇന്ത്യ വിടുന്നതോടുകൂടി നമ്മുടെ ഇക്കണോമിയിൽ വലിയ മാറ്റം ഉണ്ടാകും. കാര്യം നമ്മുടെ നാട്ടുകാർ തിന്നേണ്ട പിന്നെ പണമാണ് ഇവരിന്നുകൊണ്ട് പോകുന്നത്, ആഹാരവും റേഷൻ അടക്കമുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള SIR പ്രവൃത്തികൾക്കെതിരെ ഒരു കോർഡിനേറ്റഡ് അറ്റാക്ക് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിട്ടുണ്ട്. അത് എവിടെയെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, ബംഗാളിൽ നിന്ന്. ഈ 3 മുഖ്യമന്ത്രിമാർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. SIR എന്ന് പറയുന്നത് എന്തോ വലിയ അപരാധമാണ് എന്നുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് ഒരു വാർത്ത വന്നു, കേരളത്തിൽ 3.6 കോടി ജനങ്ങളാണുള്ളത്, പക്ഷേ 4 കോടിക്ക് മേലെ ആധാർ കാർഡ് ഇവിടെ ആളുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 50 ലക്ഷം വരെ 1/2 കോടി ആളുകൾ എന്താണ് വ്യാജ ആധാർ കാർഡുമായി കേരളത്തിൽ വിലസുന്നു. ഇതിൽ നേരത്തെ പറഞ്ഞ കൂട്ടരൊക്കെ ഉണ്ടാവും, ബംഗ്ലാദേശിൽ കാണും, രോഹിംഗ്യൻസ് ഉണ്ടാവാം, പാകിസ്ഥാനികളുണ്ടാവും, പല സൈസ് ആളുകളുണ്ടാവും. അത് നമ്മുടെ SIR നടപടി പൂർത്തിയാവുന്നതോടുകൂടി അവരും പിടിക്കപ്പെടും. എന്നാൽ ബംഗാളിലുള്ളതുപോലെ തീവ്രം ഇവിടെയില്ല. ഇതേ അവസ്ഥ എവിടെയുണ്ട്? ത്രിപുര, ആസാമിലൊക്കെ അവർ നേരത്തെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് തമിഴ്നാട്ടിൽ ഈ SIR പ്രോസസ് നടക്കുന്നത്. അവിടെ സ്റ്റാലിനും പറയുന്നത് നിർത്തിവെക്കണമെന്നാണ്. സ്റ്റാലിനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പിന്നെ പിണറായി സർക്കാരാണെങ്കിൽ സുപ്രീം മാതൃഭൂമിയെ ഒരു വാർത്ത നൽകിയിട്ടുണ്ട്, SIR നടപ്പിലാക്കിയ സ്ഥലങ്ങളിൽ മഹാസഖ്യത്തെ കൈവിട്ടു എന്നാണ്. കാരണം 10-ലധികം മണ്ഡലങ്ങളിലാണ് ഇത് കൃത്യമായി നടന്നത്. ഏറ്റവും അധികം ഈ
ബംഗ്ലാദേശികളും മറ്റു നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കി. അവിടങ്ങളിൽ 10 ഇടങ്ങളിൽ 2 ഇടങ്ങളിൽ മാത്രമാണ് മഹാസഖ്യത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ അതെ കിട്ടിയിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെ വോട്ട് ബേസാണ്. കാരണം വിവരമുള്ള ആളുകൾ, ഇന്ത്യയിലുള്ളവർ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ ഈ സംഘത്തിന് വോട്ട് ചെയ്യത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ബുദ്ധിമുട്ടാണ്. 65 ലക്ഷം വോട്ടേഴ്സ് ബീഹാറിൽ നിന്ന് ഔട്ടായി. അത് ഈ ഇല്ലീഗൽസ് മാത്രമല്ല, അതിൽ മരിച്ചവരുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് വോട്ട്സ് ഉണ്ട്, എല്ലാം കൂടി ചെയ്യുന്ന 65 ലക്ഷം. അത് വ്യക്തമായിട്ട് കണക്ക് ഇലക്ഷൻ കമ്മീഷൻ വെളിയിൽ വിട്ടിട്ടുണ്ട്. ഒരു പരാതിയും ഈ 65 ലക്ഷത്തിനെതിരെ വന്നിട്ടില്ല. ഈ 65 ലക്ഷത്തിൽ 6 പേരെങ്കിലും പരാതിയായിട്ട് വരട്ടെ, ഒരാളും വന്നിട്ടില്ല. അപ്പോൾ SIR ശരിയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത. അത് ശരിയായതുകൊണ്ടല്ലേ അവർ സുപ്രീം കോടതിയിൽ പോയിട്ട് വന്ന് നടക്കും. തീർച്ചയായിട്ടും. ഇപ്പോൾ കേരളം സുപ്രീം കോടതി പോയിട്ടുണ്ട്, SIR സ്റ്റോപ്പിൽ കേരളം MK സ്റ്റാലിനും പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ ചെന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് അറിയാം. അതാണ് രസകരം. ഈ സമ്മർദ്ദം ആത്മഹത്യകൾ കൂടുന്നു. BLOമാരായിട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ ജീവനക്കാർ സമ്മർദ്ദം താങ്ങാൻ അവർ ആത്മഹത്യ എന്നുള്ളതാണ്. SIR-നെതിരെ അല്ല, ജോലിക്കെതിരെയാണ് പറയുന്നത്. ആ ജോലിക്കാരാണ് പറയുന്നത്. അത് സ്വാഭാവികമായിട്ട് SIR-ലായിരിക്കുമല്ലോ ചെയ്യുന്നത്. ഇവർ പറയുന്നത് SIR നടക്കട്ടെ, പക്ഷേ ഇത് തിടുക്കമായിപ്പോയി, 1 മാസം സമയം പോരാ, കൂടുതൽ സമയം വേണം, ഇപ്പോഴും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയാണ്. തമിഴ്നാട്ടിലെ സ്റ്റാലിൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ മഴയാണ്, മഴക്കാലം ചെയ്യാൻ പറ്റില്ല, ഇത് കഴിഞ്ഞ് ജനുവരിയിൽ പൊങ്കൽ വരും, പിന്നെ പൊങ്കൽ തിരക്കായി, ഇങ്ങനെ ഓരോ ദിവസം ഓരോ ആഘോഷങ്ങൾ ഇന്ത്യയിലുണ്ടല്ലോ എന്ന് നടത്തണ്ടേ. മാത്രമല്ല ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവർ ടൂൾ കിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഈ SIR-നെതിരെ. ആ ടൂൾ കിറ്റിൽ പ്രധാനമായിട്ടും പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് മമതാ ബാനർജിയും സ്റ്റാലിനും പിണറായിയാണ്. നമ്മുടെ നോട്ട് നിരോധന സമയം ഓർമ്മയുണ്ടല്ലോ, ഇതേ തരത്തിലുള്ള ടൂൾ കിറ്റ് അവർ ഉപയോഗിച്ചിരുന്നു. ബാങ്കിൽ നോട്ട് മാറാൻ പോയെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു, വയറിളക്കം വന്നു, കുടിക്കാൻ വെള്ളം കിട്ടിയില്ല, പോലീസ് തല്ലി എന്നൊക്കെയുള്ള തരത്തിലുള്ള സംഭവം. എന്താണ് അന്ന് അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഈ ടൂൾ കിറ്റിൻ്റെ ഉദ്ദേശം സർക്കാരിനെതിരെ ജനങ്ങളെ തിരിക്കുക എന്നുള്ളതാണ്. ഒരു കലാപം അക്കാലത്ത് അവർ ആഗ്രഹിച്ചിരുന്നു. ഈ നോട്ട് നിരോധനത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കെതിരെ വലിയൊരു കലാപം രാജ്യത്തുണ്ടാക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ അത് നരേന്ദ്രമോദി വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്തു? ഇല്ലാതെ കളഞ്ഞു. അദ്ദേഹം ജനങ്ങളെ ഇടയ്ക്കിടയ്ക്ക് സംബോധന ചെയ്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അവരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പരിഹരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തു. അത് പരാജയപ്പെടാനുള്ള കാരണമാണ് അവരുടെ ടൂൾ കിറ്റ്. പക്ഷേ ഇപ്പോഴും അതേ ടൂൾ കിറ്റ് ഉപയോഗിക്കുകയാണ്. ഇവിടെ എന്താണ്? ആത്മഹത്യ കുഴഞ്ഞു വീഴുന്നു, പിന്നെ സമ്മർദ്ദം, ആത്മഹത്യ ചെയ്തു. പെട്ടെന്നായി ആത്മഹത്യ ചെയ്ത് എങ്ങനെ? ഇപ്പോൾ അനീഷ് ജോർജ് കേരളത്തിൽ ആത്മഹത്യ ചെയ്ത്, BLO ആത്മഹത്യ ചെയ്ത് CPM നേതാക്കൾ ഭീഷണിപ്പെടുത്തിയിട്ടാണെന്നാണ് പറയുന്നത്. അദ്ദേഹം കോൺഗ്രസ് അനുഭാവിയാണ്. ഇവർ ഭീഷണിപ്പെടുത്തി, അവരുടെ ഏരിയയിൽ പോയി വോട്ടെടുക്കാൻ പറ്റില്ല, ഭീഷണിപ്പെടുത്തിയതാണ് സംഭവം വരുന്നത്. അപ്പോൾ ഇവർ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയും ആ പ്രശ്നത്തെ മൂടി വെച്ചിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഇലക്ഷൻ കമ്മീഷനെതിരെ എന്ത് ചെയ്യുക, നീങ്ങുകയും ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു പൊതു രീതിയാണ്. തമിഴ്നാട്ടിൽ ഇതേ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. മമതാ ബാനർജി പറഞ്ഞാൽ അവിടെ 29-30 ആളുകൾ ആത്മഹത്യ ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ കണക്കുകളൊക്കെ ശരിയാണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ആരെങ്കിലും ആത്മഹത്യ എന്ന് SIR കൊണ്ട് മാത്രമല്ലല്ലോ. ഇപ്പോൾ അനീഷ് ജോർജിൻ്റെ കേസിൽ നമുക്ക് അതിൻ്റെ പൊള്ളത്തിൽ നമുക്ക് വെളിയിൽ വന്നില്ലേ? അദ്ദേഹം സമ്മർദ്ദം കൊണ്ടല്ല അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ആകെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന 1200 പേർക്ക് 1200 ഫോമുകളാണ് വിതരണം ചെയ്യേണ്ടത്. ആ സമയത്ത് വിതരണം ചെയ്യുക, അത് കളക്ട് ചെയ്യുക. അനാവശ്യ സമ്മർദ്ദം ചിലപ്പോൾ 2-3 പ്രാവശ്യം പോകേണ്ടി വരും. ഇല്ല പറ്റില്ലല്ലോ. ഇലക്ഷൻ കമ്മീഷൻ ഒരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം സഹകരിക്കലാണ് ഉദ്യോഗസ്ഥരുടെ ജോലി. അത് ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്തമാണ്, അതാർക്കും നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവർ വേറെ മാർഗ്ഗമില്ലാതെ ടൂൾ കിറ്റ് ഇറക്കി ഒരു വാർത്ത സൃഷ്ടിക്കുകയും ആ വാർത്ത അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി പോയി രാജ്യത്താകെ വലിയ പ്രശ്നമാണ് SIR ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കി അതുവഴി ജഡ്ജിമാരുടെ മനസ്സിൽ എന്തെങ്കിലും കല്ല് കോരിടാൻ പറ്റുമെന്നാണ് ഇവർ നോക്കുന്നത്. പക്ഷെ അത് വിജയിക്കാൻ പോകുന്നില്ല എന്നാണ് ഈ പലായനം, വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള കൂട്ടപലായനം കാണിച്ചു തരുന്നൊരു വസ്തുത. അല്ല, അപ്പോഴേക്ക് ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? അവിടെ ഒരു പുതിയ വിധി ഉണ്ടാകുമോ? ഉറപ്പായിട്ടും. ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള വിക്ടറി സ്പീച്ചിൽ പ്രധാനമന്ത്രി പറഞ്ഞൊരു വാചകം നമ്മൾ മറക്കാൻ പാടില്ല. അത് 2026 അസംബ്ലി വരെ നമ്മൾ ഓർത്തിരിക്കണം. ഗംഗ ബീഹാറിൽ നിന്നും പശ്ചിമ ബംഗാളിലേക്കാണ് ഒഴുകുന്നത്. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. കാരണം ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളാണ്. അതിൻ്റെ മുട്ടടിയാണ് മമതാ ബാനർജിക്കുള്ളത്. കാര്യം അവിടെ വലിയ വിഷയങ്ങളാണ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഈ മുർഷിദാബാദ് ജില്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വലിയൊരു കലാപം നടന്നിരുന്നു. ഹിന്ദുക്കൾക്കെതിരെ ഭീകരമായ ആക്രമണം നടന്നിരുന്നു. അവിടെ ആ മുർഷിദാബാദ് ഭാഗത്തുള്ള ഹിന്ദുക്കളെല്ലാം ഓടി. അതിൽ ആ കലാപത്തിൽ വലിയ പങ്കുവച്ചിരുന്നത് ഈ ബംഗ്ലാദേശിലായിട്ടുള്ള ആളുകളായിരുന്നു. കാരണം അക്രമവും പിന്നെ കൊള്ളിവയ്പ്പും കൊലയും നടത്താനായിട്ട് TMC ഉപയോഗിക്കുന്ന ഗുണ്ടകളാണ് ഈ ബംഗ്ലാദേശിലെന്ന് പറയുന്നത്. ഒപ്പം അവർക്ക് വോട്ട് ചേർക്കലും, ആളുകളെ ഭീഷണിപ്പെടുത്തുക, അവരെ കൊലപാതകം നടത്തുക, കൊള്ളിവയ്പ്പ് നടത്തുക, ഒപ്പം എന്ത് ചെയ്യുക, വോട്ടുകയും ചെയ്യുക, ജെന്യൂൻ വോട്ടേഴ്സിനെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. ഇത് നമ്മളുടെ CPM ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇവിടെ പരേതന്മാർ വന്ന് വോട്ട് ചെയ്യുന്നത് പോലെ അവിടെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞാൽ 10 ലക്ഷം 12 ലക്ഷം ആളുകൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അത് വലിയ ചോർച്ചയാണ് TMCയുടെ വോട്ട് ബേസിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ CPM-ൻ്റെയും അവിടെ അപ്പുറത്ത് DMK-യുടെയും ഈ ഇതിൽ ഭീതി കൊണ്ടിട്ടാണ്, പരവശം കൊണ്ടിട്ടാണ് ഇവർ ഈ പറഞ്ഞ പോലെ SIR എന്തോ വലിയ മഹാ അപരാധമാണെന്ന് പറയുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്യുന്ന ഇത്തരം പരിഷ്കരണ പരിപാടികൾ
അതായത് വോട്ടർപെട്ട ശുദ്ധീകരണമായാലും ശരി, മറ്റെന്തായാലും ശരി, ആ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്ന ധാരാളം ആളുകൾ ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ ആണ്ട് 2 കോടിക്കടുത്ത് അപേക്ഷാപം വിതരണം ചെയ്യുമെന്നാണ് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ചുമതലയുള്ള രത്തൻ കേൽക്കർ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നം അത്രയും രാഷ്ട്രീയ പാർട്ടികളെ. കാരണം എന്ന് പറയുന്നത് ഇന്നലെ മനോരമ വാർത്ത നൽകുന്നുണ്ട് 2 പേർ ഇത് പൂർത്തിയാക്കി. അതെ, 2 BLOമാർ. 2 പേര്, എത്രയോ പേര്, 2 വെളിയിലൊന്നും എത്രയോ പേര് പൂർത്തിയാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്കൊന്നും ഈ മാനസമ്മർദ്ദമൊന്നുമില്ലേ? മാനസിക സമ്മർദ്ദം എല്ലാവർക്കും ഉണ്ട്. ഏത് പണിയെടുക്കുന്നതിനും മാനസമ്മർദ്ദം ഉണ്ടാവും. അത് ഞാൻ ഈ പരിപാടി ചെയ്യുന്നതുകൊണ്ടാണ് സമ്മർദ്ദം എന്ന് പറയുന്നത്. ഇവരുടെ ടൂൾ കിറ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അതിലൊന്നും യാതൊരു വാസ്തവമില്ല. അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം BLOമാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും സമ്മർദ്ദം വരികയാണെങ്കിൽ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുള്ള സമ്മർദ്ദമായിരിക്കും. ഇവിടെ CPM ആണെങ്കിൽ തമിഴ്നാട്ടിൽ DMK, അപ്പുറത്ത് TMC ആയിരിക്കും സമ്മർദ്ദം ഉണ്ടാക്കുക. അല്ലാതെ വേറെ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. SIR വൻ വിജയമായിരിക്കും. SIR കഴിയുന്നതോടുകൂടി ഈ 3 സംസ്ഥാനങ്ങളിൽ 26 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് മടിയുള്ളവർ വോട്ട് ചെയ്യണ്ടല്ലേ? അതെ, വോട്ട് ചെയ്യേണ്ട അവർ രേഖയില്ല. രേഖയില്ല, വോട്ട് ചെയ്യാൻ രേഖയില്ല. അതായത് പൗരന്മാർക്കല്ലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പൗരന്മാരില്ലാത്തവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിൽ താല്പര്യമില്ലാത്തവരെയും പൂരിപ്പിച്ചു നൽകണ്ടല്ലേ? അത് തീർച്ചയായിട്ടും അങ്ങനെയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ശരിയായ നടപടിയാണ്. ഇത് സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കണം. എനിക്ക് തോന്നുന്നു സുപ്രീം കോടതി ഈ കേസിൽ ഇടപെടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കൊടുത്തതിൽ. കാര്യം ബീഹാറിലും ഇതുമായിട്ട് പല ഹർജികൾ വന്നിട്ട് അവർ പരിഗണിച്ചില്ല. സ്വാഭാവികമായിട്ടും ഇതിൻ്റെയും അന്ത്യം അത് തന്നെ ആവുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.